പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴയിൽ ചിക്കൻ വിഭവങ്ങളുടെ വിൽപ്പന നിരോധിച്ചതിന് പിന്നാലെ ഫ്രോസൺ ചിക്കൻ ഉപയോഗിക്കാൻ അനുമതി തേടിയുള്ള കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആവശ്യം നിഷേധിച്ചു ജില്ലാ കളക്ടർ. ഈ മാസം 31 വരെ നിരോധനം തുടരും. നാളെ മുതൽ ആലപ്പുഴയിൽ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. അശ്വിൻ പാലായി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, ഇന്ന് രാവിലെ തന്നെ വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിലാണെന്നും ഇത്തരത്തിൽ ഫ്രോസൺ ചിക്കൻ ഉപയോഗിക്കാനുള്ള അവസരം നൽകണം, ഹോട്ടലുകളിൽ മുട്ടയോ കോഴി വിഭവങ്ങളോ ഒന്നും പാകം ചെയ്യാനാവുന്നില്ലെന്നുള്ള പ്രതിസന്ധി പറഞ്ഞതാണ്. എന്താണ് കളക്ടർ ഈ ആവശ്യം നിരസിക്കുന്നത്? ഈ ഫ്രോസൺ ചിക്കൻ സുരക്ഷിതമല്ല എന്ന സാഹചര്യത്തിലാണോ? ഗൂഗിൾ ഈ പക്ഷിപ്പനി ജില്ലയിൽ കോഴികളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചില്ല എങ്കിൽ പോലും ചിക്കൻ നിരോധനം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയത്. പക്ഷേ നിലവിൽ ടൂറിസം ഏറെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം അവധിക്കാലം കൂടിയാണ്, സീസൺ സമയമാണ് ആലപ്പുഴയെ സംബന്ധിച്ച്. ഈ സാഹചര്യത്തിൽ ചിക്കൻ വിൽക്കാനുള്ള അനുമതി തരണം എന്നുള്ള ആദ്യ ആവശ്യം നേരത്തെ തന്നെ കളക്ടർ നിഷേധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഫ്രോസൺ ചിക്കൻ വിൽപ്പന നടത്താനും ഉപയോഗിക്കാനുമുള്ള അനുമതി തേടി ഇന്ന് KHRA പ്രതിനിധികൾ കളക്ടറെ നേരിൽ കണ്ടത്. പക്ഷേ അതിനും കളക്ടർ അനുമതി നൽകി. പ്രോട്ടോകോൾ പാലിച്ച് മാത്രമേ മുന്നോട്ട് പോകാനാവൂ എന്നുള്ളതാണ് കളക്ടറുടെ നിലപാട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കാത്ത ജില്ലയിൽ ഇത്തരത്തിലൊരു നിരോധനം, കോഴികളിൽ സ്ഥിരീകരിക്കാത്ത ജില്ലയിൽ ഇത്തരത്തിലൊരു നിരോധനം, അതുമായി മുന്നോട്ട് പോകാനാവില്ല എന്ന് KHRA പറയുന്നു. അടിയന്തര യോഗം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും റെസ്റ്റോറന്റ് അസോസിയേഷൻ. അതിൽ സമരവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. എന്തായാലും ഇന്നലെ തീരുമാനിച്ചതുപോലെ നിരോധനം നീക്കാത്ത സാഹചര്യത്തിൽ നാളെ മുതൽ ആലപ്പുഴയിലെ എല്ലാ ഹോട്ടലുകളും പൂർണ്ണമായി അടച്ചിട്ട് സമരത്തിലേക്ക് നീങ്ങാനാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ തീരുമാനം. ഒരുപക്ഷെ സമരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് വന്നാൽ ഈ ചിക്കൻ വിറ്റുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ, അതായത് കളക്ടറുടെ അനുമതി ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി കടക്കാനുള്ള ആലോചനയും ഈ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഏകദേശം 3 മണിയോടുകൂടി മുന്നോട്ടുള്ള സമരം എന്നുള്ള കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും. അല്പസമയത്തിനുള്ളിൽ കളക്ടറും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്താണ് ഇതിൽ തുടർന്നുള്ള നടപടി എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. എന്തായാലും 31-ാം തീയതി വരെ നിരോധനം തുടരും. ഈ നിരോധനം പക്ഷിപ്പനി വ്യാപനത്തിന് ഗുണകരമാണ് എങ്കിൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് നീട്ടാനുള്ള ആലോചനയും ജില്ലാ ഭരണകൂടം നടത്തുന്നുണ്ട്. ഗൂഗിൾ. ശരി, ഏതായാലും ഈ ടൂറിസം സീസണൊക്കെ പ്രമാണിച്ചാണ് ഈ പ്രതിസന്ധി ഉയർത്തിക്കാട്ടിയുള്ള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പ്രതിഷേധം, അല്ലെങ്കിൽ അവരുടെ ആവശ്യം. പ്രതികരണത്തിലേക്കാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായി ഞങ്ങളിപ്പോൾ ഒരു 10-15 മിനിറ്റോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അനുകൂലമായ സമീപനം ഇപ്പോൾ ഫ്രോസൺ ചിക്കൻ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടില്ല. അദ്ദേഹം പറയും 30-ാം തീയതിയിലെ നിരോധനവും കൂടെ പിൻവലിച്ചതിന് അതിൻ്റെ ഉത്തരവ് അറിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ മറുപടി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മുന്നോട്ട് പോകുന്നതിന് കഴിയുകയില്ല. കാരണം ഇന്ന് തന്നെ പല സ്ഥാപനങ്ങളിലും ഈ ചിക്കൻ ഇല്ലാതെ പ്രവർത്തിക്കുമ്പോൾ അതിന് പകരമായി വെക്കേണ്ട ഇൻഗ്രീഡിയൻസ് മാർക്കറ്റിൽ ലഭ്യമല്ല. കാരണം ബീഫ് അടക്കമുള്ള ഫിഷ് അടക്കമുള്ള സാധനങ്ങൾ ഭീമമായ വിലയും സാധനങ്ങൾക്ക് നമുക്ക് കിട്ടാനുള്ള സാഹചര്യം ഇല്ല. കോഴികളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഫ്രോസൺ ചിക്കൻ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ അത് ജില്ലാ കളക്ടർ നിരസിക്കുന്നു. ഇനി കടകൾ അടച്ചുള്ള പ്രതിഷേധത്തിലേക്കാണോ, അതല്ല ഈ നിയന്ത്രണത്തെ മറികടന്നുകൊണ്ട് ചിക്കൻ വിൽപ്പനയിലേക്ക് അല്ലെങ്കിൽ ചിക്കൻ ഉപയോഗത്തിലേക്ക് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കടക്കുമോ എന്നതാണ് ഇനി കാണേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.